ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഒരു ഇൻട്രാഡേ സ്ട്രാറ്റജിയാണ്. അപ്പോൾ കുറച്ച് കാലം ഒരു സ്ട്രാറ്റജി വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ ഇൻട്രാഡേ സ്ട്രാറ്റജിയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ സ്ട്രാറ്റജി ഒരു ഗ്യാപ്പ് സെറ്റപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. അതായത് മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഗ്യാപ്പുകളിൽ നിന്ന് നമ്മളൊരു സ്ട്രാറ്റജി ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്കൊരു ഗ്യാപ്പ് അപ്പ് സിറ്റുവേഷനിലും അതുപോലെ തന്നെ ഗ്യാപ്പ് ഡൗൺ സിറ്റുവേഷനിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ കാണുന്ന ഈ ചാർട്ട് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടാണ്. ഇതിപ്പോൾ ബാങ്ക് നിഫ്റ്റി പോലെ തന്നെ ഏതൊരു സ്റ്റോക്കിൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ബാങ്ക് നിഫ്റ്റിയിൽ പെട്ടെന്ന് കണ്ടുകൊണ്ട് ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഈ ഒരു ഡേറ്റ് ഉണ്ടല്ലേ, 25 ഫെബ്രുവരിയിൽ ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത് 36,500 ലെവലിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പിറ്റേ ദിവസം 26 ഫെബ്രുവരിക്ക് ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് 35,900 റേഞ്ചിലാണ്. അതായത് ഓൾമോസ്റ്റ് ഒരു എന്താ പറയുക, ഒരു 500 പോയിൻറ്റ്സിൻ്റെ ഒരു ഗ്യാപ്പ് ഡൗൺ ആണ് ബാങ്ക് നിഫ്റ്റിയിൽ കാണാനായിട്ട് പറ്റിയിട്ടുള്ളത്. നമ്മുടെ ഈ ഗ്യാപ്പ് സ്ട്രാറ്റജിയുടെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റിലെ ഗ്യാപ്പുകളൊക്കെ ഫില്ലാവും എന്നുള്ളൊരു ബേസിസിൽ അല്ലെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് നമ്മൾ ഈ ഗ്യാപ്പ് സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നത്. അതായത് മാർക്കറ്റിൽ നിങ്ങൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഏതൊരു സിറ്റുവേഷൻ എടുത്താലും ഒരു 90% അല്ലെങ്കിൽ ഒരു 95% മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി ആ ഗ്യാപ്പ് വളരെ പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യാനായിട്ട് മാർക്കറ്റ് ശ്രമിക്കും. ഇപ്പോൾ ഒരു ഗ്യാപ്പ് ഡൗൺ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ട് ആ ഗ്യാപ്പ് ക്ലോസ് ചെയ്യും. ഇനി ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് താഴോട്ട് വന്നിട്ട് ആ ഗ്യാപ്പ് ക്ലോസ് ചെയ്യും. അപ്പോൾ ഗ്യാപ്പുകൾ, മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഗ്യാപ്പുകൾ, ആ ഒരു ഗ്യാപ്പുകൾ മാർക്കറ്റ് ക്ലോസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഗ്യാപ്പ് സ്ട്രാറ്റജി യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഈ ഗ്യാപ്പ് സ്ട്രാറ്റജീൻ്റെ പിന്നിലെ പ്രിൻസിപ്പിൾ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഫോം ചെയ്യുന്ന ഗ്യാപ്പുകളിൽ എപ്പോഴും ബയേഴ്സും സെല്ലേഴ്സും ഉണ്ടാവും. പക്ഷേ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ആ ഒരു ലെവലിലേക്ക് എത്തുന്നില്ല. അപ്പോൾ എന്തുണ്ടാവുകയെന്ന് വെച്ചാൽ ഈ ബയേഴ്സിനെ സെല്ലേഴ്സിനെ അനുസരിച്ച് മാർക്കറ്റ് വീണ്ടും ആ ഒരു ഗ്യാപ്പ് ക്ലോസ് ചെയ്യും. അതായത് അവിടെ ഉണ്ടായിരുന്ന ഓർഡറുകളൊക്കെ മാർക്കറ്റ് പോയിട്ട് ക്ലോസ് ചെയ്യും, അല്ലെങ്കിൽ ആ ഓർഡറുകൾ മാർക്കറ്റ് എടുക്കും. അപ്പോൾ ആ ഒരു പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഗ്യാപ്പ് സ്ട്രാറ്റജി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഗ്യാപ്പ് സ്ട്രാറ്റജിയിൽ ഞാൻ ട്രേഡുകൾ എടുക്കുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു നല്ലൊരു ഗ്യാപ്പ് ഉണ്ടാവണം. ജസ്റ്റ് ഒരു ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ ഒരു 50 പോയിൻറ്റ്സിൻ്റെ അല്ലെങ്കിൽ ഒരു 100 പോയിൻറ്റ്സിനൊന്ന് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് നോക്കാണ്ടിരിക്കുക. അതൊക്കെ ഭയങ്കര ചെറിയ ഗ്യാപ്പാണ്. ഇപ്പോൾ ഒരു ആവശ്യത്തിനൊരു സബ്സ്റ്റൻഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാവണം. ഒരു 1% ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 0.75 അല്ലെങ്കിൽ ഒരു 0.9% ഗ്യാപ്പ് ഉണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നോക്കിയാൽ നമുക്ക് കാണാം ഓൾമോസ്റ്റ് ഒരു 1.5%-ന് മുകളിൽ 1.6%-ഓളം ഒരു ഗ്യാപ്പ് ഡൗണിലാണ് ബാങ്ക് നിഫ്റ്റി 26 ഫെബ്രുവരിക്ക് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു നല്ലൊരു സബ്സ്റ്റൻഷ്യൽ ആയിട്ടുള്ളൊരു ഗ്യാപ്പ് ഉണ്ട്. ഗ്യാപ്പ് ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ടാർഗറ്റും കിട്ടും. അപ്പോൾ ഇതാണ് ഒരു ഗ്യാപ്പ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇത് ഫില്ലാവുന്നതും നമ്മൾ എങ്ങനെയാണ് എൻട്രി എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് നോക്കാം. ആദ്യം നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാർക്കറ്റ് ഈ ഒരു ഗ്യാപ്പ് ഡൗൺ സിറ്റുവേഷനിൽ ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാണ്. ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇമീഡിയറ്റ് ആയിട്ട് താഴോട്ട് പോയി. ഇത് 3 മിനിറ്റ് ടൈം ഫ്രെയിമിൻ്റെ ക്യാൻഡിലാണ്. ഇവിടെ നോക്കിയാൽ കാണാം ഞാൻ 3 മിനിറ്റ് ടൈം ഫ്രെയിമാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അഗ്രസീവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 മിനിറ്റ് ടൈം ഫ്രെയിമും യൂസ് ചെയ്യാം. അപ്പം ഞാനിവിടെ 3 മിനിറ്റ് ടൈം ഫ്രെയിമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ 3 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഞാൻ ആദ്യം എന്താ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 935 അല്ലെങ്കിൽ ഒരു 940 ആ ഒരു റേഞ്ചിനുള്ളിൽ മാർക്കറ്റ് ഈ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യരുത്. ഞാനിപ്പോൾ ഹൈ ഇവിടെ മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഹൈ ഒരിക്കലും ഒരു 930 ഉള്ളിൽ ബ്രേക്ക് ചെയ്യരുത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ടോ, മാർക്കറ്റ് എപ്പോഴും ആദ്യത്തെ ഒരു 15-20 മിനിറ്റ് ഭയങ്കര വോളറ്റൈലാണ്. അപ്പോൾ ആ ഒരു വോളറ്റിലിറ്റി നടക്കുന്ന ഒരു സമയത്ത് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മിക്കപ്പോഴും അത് ഫോൾസ് ആയിരിക്കാനുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി സേഫ് ആവാനായിട്ട് നമ്മൾ ഒരു 930 അല്ലെങ്കിൽ ഒരു ഏറ്റവും ബെസ്റ്റ് ഒരു 940 വരെയൊക്കെ വെയിറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടെ ഈ ഒരു 35,900 റേഞ്ചിൽ ഓപ്പൺ ചെയ്തു. എന്നിട്ട് 945 വരെ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല. ഈ ഒരു ക്യാൻഡിലിൻ്റെ ഈ ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ വെയിറ്റ് ചെയ്യും. ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ അന്നത്തെ ദിവസം തന്നെ ഹൈ ബ്രേക്ക് ചെയ്തു എന്ന് വരില്ല. ചിലപ്പോൾ പിറ്റത്തെ ദിവസമോ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റത്തെ ദിവസമൊക്കെ ആയിരിക്കാം ബ്രേക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഇന്നത്തെ ദിവസം ബ്രേക്ക് ചെയ്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാർട്ട് മാർക്ക് ചെയ്തിടാൻ നിങ്ങൾക്ക് അടുത്ത ദിവസത്തേക്ക് നോക്കാം. നമ്മൾ രണ്ടാമത്തെ ദിവസം നോക്കുകയാണ്. രണ്ടാമത്തെ ദിവസം ഹൈ ബ്രേക്ക് ചെയ്യുന്നില്ല. നമ്മൾ നമ്മുടെ വാച്ച് ലിസ്റ്റിലിടാണ്, സ്റ്റോക്കിനെ വാച്ച് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇൻഡെക്സിനെ വാച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ രണ്ടാമത്തെ ദിവസം ഗ്യാപ്പ് വന്നിട്ട് അത് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ദിവസം ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യാണ്. നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ലെവലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യാണ് ഇവിടെ കാണുന്നത്.
അപ്പം നമ്മുടെ എൻട്രി എവിടെയായിരിക്കണം എന്ന് വെച്ചാൽ ഈ ഒരു പോയിന്റിലായിരിക്കണം നമ്മുടെ എൻട്രി. ഞാൻ ഫോൾസ് ബ്രേക്കൗട്ടുകൾ എങ്ങനെയാണ് അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് മുമ്പത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ തൊട്ട് മുമ്പ് ചെയ്ത വീഡിയോയിൽ എങ്ങനെയാണ് ഫോൾസ് ബ്രേക്കൗട്ട് അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാനിവിടെ മുകളിൽ കൊടുക്കാം, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് നോക്കാം. അപ്പം നമ്മളുടെ എൻട്രി ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ എൻട്രി എടുക്കുക. എൻട്രി എടുക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഹൈൻ്റെ തൊട്ട് താഴെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചിൽ നമുക്ക് നമ്മുടെ ഒരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. നമ്മളിവിടെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തു. ഇവിടെ നമ്മൾ എൻട്രി കൊടുത്തു. എൻട്രി എടുക്കുകയാണ്, നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു 0.5% അല്ലെങ്കിൽ ഒരു 1% ഒക്കെ ആയിരിക്കും നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ ഞാൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്യേണ്ടത് എപ്പോഴും ആ ഒരു ഗ്യാപ്പിൻ്റെ ഒരു 75% അല്ലെങ്കിൽ ഒരു 80% ഒക്കെ നമ്മുടെ ഗ്യാപ്പ് നമ്മുടെ ടാർഗറ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുക. ഇപ്പോൾ എപ്പോഴും ആ ഗ്യാപ്പ് കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്തു എന്ന് വരില്ല. ഞാനപ്പോൾ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 0.5% ഒക്കെയാണ് ആകെ ഗ്യാപ്പ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ എൻട്രി എടുക്കാതിരിക്കുക. കാരണം അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു 0.5%ൻ്റെ 75% എന്നൊക്കെ പറഞ്ഞാൽ ഒരു 0.3 അല്ലെങ്കിൽ ഒരു 0.4% ഒക്കെ ഉള്ളത് നിസ്സാര ടാർഗറ്റാണ്. അപ്പോൾ അവിടെയൊക്കെ എൻട്രി എടുക്കാണ്ടിരിക്കുകയാണ് നല്ലത്. ഒരു 1% അല്ലെങ്കിൽ ഒരു 1% അബവ് ഗ്യാപ്പിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതെന്നുണ്ടെങ്കിൽ ആ ഒരു പോയിന്റിൽ നമ്മൾ ടാർഗറ്റായിട്ട് നമുക്ക് ഒരു 0.75% അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 1% ഒക്കെ നമുക്ക് നമ്മുടെ ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, വളരെ ചെറിയ ഗ്യാപ്പുകൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ആവശ്യത്തിനൊരു 1% അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്കുള്ള ഗ്യാപ്പുകൾ നിങ്ങൾ ട്രേഡ് എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ 1% ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 75% നിങ്ങൾ നിങ്ങളുടെ ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു നമ്മൾ നേരത്തെ കണ്ടു 1.6%ഓളം നമുക്ക് ഒരു ഗ്യാപ്പ് ഡൗണിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ടാർഗറ്റായിട്ട് ഒരു 1% അല്ലെങ്കിൽ ഈവൻ എബവ് ദാറ്റ് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ എൻട്രി എടുക്കുകയാണ്. എന്നിട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഓൾമോസ്റ്റ് ഒരു 1.3%-ന് മുകളിൽ ഒരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്രയൊന്നും ടാർഗറ്റ് വയ്ക്കേണ്ട. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 0.8% അല്ലെങ്കിൽ ഒരു 0.9% ഒക്കെ നിങ്ങൾക്ക് ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ട്രേഡിൽ എൻ്റർ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ബാങ്ക് നിഫ്റ്റിയിലാണ് നിങ്ങൾക്ക് ഈ എക്സാമ്പിൾ കാണിച്ചത്. ഇതേമാതിരി തന്നെ ഏതൊരു സ്റ്റോക്കിലും നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇടയ്ക്ക് US മാർക്കറ്റിലെ സ്റ്റോക്കുകൾ ഇടയ്ക്കൊന്ന് നോക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ കണ്ടൊരു സംഭവമാണ് ആപ്പിളിൻ്റെ സ്റ്റോക്കിൽ ഇങ്ങനെ കുറേ ഗ്യാപ്പുകൾ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ഗ്യാപ്പ് സ്ട്രാറ്റജി വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ദിവസത്തിൽ 17th മാർച്ച്, ഇതിപ്പോൾ ഡേറ്റിനൊക്കെ മിസ്റ്റേക്ക് ഉണ്ടാവും, ഓരോ ടൈം സോണാണ്, അപ്പോൾ അതിന് വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാനായിട്ട് ഇവിടെ ഈ ഒരു 17th മാർച്ച് എന്ന് പറഞ്ഞ ഡേറ്റിൽ ഇവിടെ കാണിക്കുന്നുണ്ടല്ലോ, ഇവിടെ ഒരു വലിയ ഗ്യാപ്പ് ഡൗൺ ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു എത്ര പെർസെൻറ്റേജ് നോക്കുക, ഓൾമോസ്റ്റ് ഒരു 1%ഓളം ഗ്യാപ്പ് ഡൗണിലാണ് ആപ്പിളിൻ്റെ സ്റ്റോക്ക് പിറ്റേ ദിവസം ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ കോൺസെപ്റ്റ് പ്രകാരം ഈ ഒരു ഗ്യാപ്പ് ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം, നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ഇതാ ഈ ഒരു ഗ്യാപ്പ് മാർക്കറ്റ് ഫില്ല് ചെയ്യണം ടെക്നിക്കലി, അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരം ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ആദ്യം തന്നെ നമ്മുടെ സ്ട്രാറ്റജിയിൽ പറഞ്ഞു നമ്മൾ ഒരു ചെറിയ ടൈം ഫ്രെയിമിലേക്ക് മാറ്റി 3 മിനിറ്റ് ക്യാൻഡിൽ തന്നെ ഇവിടെ ഇട്ടു. എന്നിട്ട് 3 മിനിറ്റ് ക്യാൻഡിലിൻ്റെ ഹൈ ഒരു മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒരു ഹാഫ് ആൻ അവറിന് ഉള്ളിൽ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എൻട്രി നമ്മൾ എടുക്കില്ല, കാരണം വോളറ്റിലിറ്റി കാരണമായിരിക്കും ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടില്ല, നമ്മൾ ഹൈ മാർക്ക് ചെയ്തു, അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ നമ്മൾ സ്റ്റോക്ക് വാച്ച് ചെയ്യാണ്. അങ്ങനെ 17 മാർച്ചിന് തന്നെ അവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നു. അപ്പോൾ ബ്രേക്ക് ഔട്ട് ഒരു ഫോൾസ് ബ്രേക്ക് ഔട്ട് ആയിരുന്നു. അപ്പോൾ ഇത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഫോൾസ് ബ്രേക്ക് ഔട്ടാണ്. അപ്പോൾ ഞാൻ മുമ്പും പറഞ്ഞു ഫോൾസ് ബ്രേക്ക് ഔട്ടുകൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യണമെന്ന് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ എൻട്രി എടുക്കില്ല, നമ്മൾ ഈസി ആയിട്ട് ഇത് അവോയ്ഡ് ചെയ്യും. അങ്ങനെ പിറ്റേ ദിവസമായി ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റിയത് ഈ ഹൈ വീണ്ടും ഇവിടെ ബ്രേക്ക് ചെയ്യാണ്, താഴോട്ട് വന്നിട്ട് തിരിച്ച് വീണ്ടും ഈ ഹൈ ഈ ഒരു പോയിന്റിൽ ബ്രേക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് നമ്മുടെ എൻട്രി എടുക്കുക. ഇവിടെ നമ്മൾ ഒരു എൻട്രി എടുക്കുന്നത് ഈ ഒരു പോയിന്റിൽ എൻട്രി എടുക്കും. എന്നിട്ട് നമ്മുടെ ഒരു ടാർഗറ്റ് ഒരു 0.5% അല്ലെങ്കിൽ ഒരു 0.6% ഒക്കെ നമ്മൾ ടാർഗറ്റ് സെറ്റ് ചെയ്യും. കാരണം ഗ്യാപ്പ് എന്ന് പറയുന്നത് 1% ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ 75% എന്ന് പറഞ്ഞാൽ ഒരു 0.75% ആണ് മാക്സിമം. അപ്പോൾ നിങ്ങൾക്ക് ഒരു 0.5% അല്ലെങ്കിൽ ഒരു 0.75% വെക്കണമെങ്കിൽ വെക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം. ഇവിടെ നോക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ പറ്റിയത് ഓൾമോസ്റ്റ് 1%. എക്സാക്ട്ലി ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടാണ് തിരിച്ച് മാർക്കറ്റ് താഴോട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാം ഇവിടെ ബ്രേക്ക് ഔട്ട് നടന്നു, സ്റ്റോക്കിൻ്റെ പ്രൈസ് കയറി എക്സാക്ട്ലി ആ ഒരു ഗ്യാപ്പ് കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്തിട്ട് തിരിച്ച് സ്റ്റോക്കിൻ്റെ പ്രൈസ് താഴോട്ട് വരാനായിട്ട് തുടങ്ങി. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഗ്യാപ്പ് സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് നമ്മൾ എൻട്രി എടുക്കുക. അതുമാതിരി ഞാൻ ഒന്നും കൂടി ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ലൈൻ ഞാൻ അവിടെ കളയാം. ഇവിടെ ഈ ഒരു പോയിന്റിൽ നിന്ന് വീണ്ടും ഒരു ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്തു. ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ലെവലുകൾ ഇവിടെ വീണ്ടും മാർക്ക് ചെയ്ത് വയ്ക്കും. ഇവിടെ ഒന്നുകൂടി മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇതാ ഈ ലെവലിൽ നമ്മൾ മാർക്ക് ചെയ്തു. ഇവിടെ ബ്രേക്ക് ഔട്ട് നടന്നിട്ട് ഇങ്ങനെ കുറേ നേരം ഇതിൽ റീടെസ്റ്റ് ചെയ്ത്
തിരിച്ച് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ മിക്കവാറും ട്രിഗർ ആവും. കാരണം നമ്മൾ അത്ര വലിയ സ്റ്റോപ്പ് ലോസ് ഒന്നും ഒരിക്കലും വെക്കരുത്. നമ്മൾ റിസ്ക് റിവാർഡ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം ഏതൊരു സ്ട്രാറ്റജി ആണെന്നുണ്ടെങ്കിലും ഒരിക്കലും 100% ഷുവർ അല്ല. ഒരു 70% അല്ലെങ്കിൽ ഒരു 80% ഒക്കെയാണ് ഉണ്ടാവുക. നമ്മൾ റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് പ്രോഫിറ്റബിൾ ആയിട്ട് നിൽക്കുക. അപ്പോൾ ഈ ഒരു പോയിന്റിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ട്രിഗർ ആവും. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റോപ്പ് ലോസുകൾ അടിച്ചാലും വലിയ പ്രശ്നമൊന്നും നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഏതൊരു സ്റ്റോക്കിൽ വേണമെന്നുണ്ടെങ്കിലും അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഗ്യാപ്പ് സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ ഗ്യാപ്പ് ഡൗൺ ആണ് 2 എക്സാമ്പിളും കാണിച്ചത്. ഇതേ സംഭവം തന്നെയാണ് നിങ്ങൾക്ക് ഗ്യാപ്പ് അപ്പിലും ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ ഗ്യാപ്പ് അപ്പ് നടക്കുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ലോ മാർക്ക് ചെയ്യും. ലോ മാർക്ക് ചെയ്തിട്ട് ഒരു 935 അല്ലെങ്കിൽ ഒരു 940 വരെ വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് ഔട്ട് നടക്കുമ്പോൾ നിങ്ങൾ അവിടെ എൻട്രി എടുക്കും. എന്നിട്ട് ആ ഗ്യാപ്പ് എന്തോരുണ്ടോ അതിൻ്റെ ഒരു 75% ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ ടാർഗറ്റ് സെറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി വളരെയധികം എഫക്റ്റീവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോൾ ഞാൻ 2 സ്റ്റോക്കാണ് കാണിച്ചു തന്നെ, അതിലൊരെണ്ണം US മാർക്കറ്റിലാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിപ്പോൾ കണ്ടപ്പോൾ കാണിച്ചു തന്നുള്ളൂ. നിങ്ങൾക്കിത് നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്കുകളിൽ നിങ്ങൾക്ക് തന്നെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ എല്ലാ സ്റ്റോക്കുകളും കുറേ അധികം സ്റ്റോക്ക് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ലെങ്തി ആവും വീഡിയോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സിലും അതുപോലെ തന്നെ ഒരു US മാർക്കറ്റിലും കാണിച്ചു തന്നിട്ടുള്ളത്. പ്രൈസ് ആക്ഷൻ എല്ലായിടത്തും സെയിം ആണ്. US മാർക്കറ്റ് ഇന്ത്യൻ മാർക്കറ്റിനൊന്നുമില്ല, എല്ലായിടത്തും പ്രൈസ് ആക്ഷൻ സെയിം ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഗ്യാപ്പ് സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.